ബേസിലോടെ ക്യാരക്ടറിന്റെ പേര് അത് മാത്രം അത്ര സ്റ്റൈലിഷ്. അത് മാത്രം വളരെ സിമ്പിൾ. അജീഷ് പി അജേഷ്. പി രാജേഷ്. ഇത് മരിയാനോ റോബർട്ടോ. മരിയാനോ റോബർട്ടോ. ഓ പിന്നെയുണ്ട് ടെറൻസ് ബ്രൂണോ, റോഷ്, ബ്രോഷ്, ജക്ക് ദേവസി, ഇതിനെല്ലാത്തിനും മാർക്കണ്ഡേയ ശർമ്മ. മാർക്കണ്ഡേയ ശർമ്മ. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര വെറൈറ്റി പേരുകളാണ്. പറയൂ അമ്പാൻ. ഈ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടുള്ള നോവല് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കൊല്ലത്ത് നടന്ന് ജ്യോതിഷ് ചേട്ടന്റെ ഒക്കെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് നോവലായിട്ട് വന്നത്. അപ്പൊ അതാണ് സിനിമയായിട്ട് വന്നേക്കുന്നത്. അപ്പൊ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരാള് ജ്യോതിഷ് ചേട്ടനായിരുന്നു, ജ്യോതിശങ്കറാണ്. അപ്പൊ നോവല് ഒരു സിനിമയായപ്പോൾ അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സിനിമ ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അയ്യോ അല്ല ചേട്ടാ അങ്ങനെ ഓടിക്കേറരുത്. ഞാൻ കൊടുത്തില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. മറ്റേതല്ലേ ബേസിൽ എഫക്ട്, ബേസിൽ യൂണിവേഴ്സ്. കൊടുത്തില്ലേ? കൊടുക്കോ? എന്നാ ഞാനും കൊടുക്കും. അല്ല നിങ്ങൾ ആരാന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അല്ല ഇതെന്റെ ഭാര്യ, ഇതെന്റെ ഭർത്താവ്. അല്ല ഭർത്താവ് വരുമ്പോ ഭാര്യ വരുമല്ലോ, അത് വിട്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അല്ല ഭർത്താവ് വരുമ്പോ ഭാര്യ വരത്തില്ല. ഇങ്ങനെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചോച്ച വിളിച്ചോണ്ട് വരാൻ നിന്നതാ. ഞാൻ കയ്യോടെ പിടികൂടി ഞാനിങ്ങനെ വന്നാലോ. എന്തോന്ന് കണ്ണി കിടന്ന് ചോച്ച കറക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ കിടന്ന വഴക്ക്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് പറ. ഇവിടെ എന്താ വന്നതെന്ന് വെച്ചാലേ ഞങ്ങള് മോനെ ബേസിൽ മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഈ പുള്ളിക്കാരുണ്ടെങ്കിൽ ബേസിന്റെ ഭയങ്കര ഫാനാ. ബേസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ. ബേസലിന്റെ എല്ലാ പടവും ഞാൻ കുത്തിയിരുന്ന് അങ്ങ് കാണും. ഓ സന്തോഷം. ബേസലിന്റെ അഭിനയത്തെക്കഞ്ഞും കൂടുതൽ എനിക്ക് ഇഷ്ടം ബേസലിന്റെ ഡയറക്ഷൻ. ഓഹോ. അത് സസൂക്ഷ്മം ഞാൻ നിരീക്ഷിച്ചിരുന്നു, കുത്തിയിരുന്ന് ശരിക്കും കാണും. അപ്പം അങ്ങനെയാണ് ബേസിൽ ബ്രോ സംവിധാനം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? യോധ. അതിൻ്റെ അകത്ത് അപ്പുക്കുട്ടനും ഒരു പൂച്ച ഉണ്ടല്ലോ, രംപൂച്ചയോ അവരെ കൂട്ടി നടക്കുന്ന ഒരു കോമഡി ഇല്ലേ, അതൊക്കെ എന്ത് യോധയാണോ? യോധ അതങ്ങനെ കണ്ണി കടന്ന് മറ്റേ ചോച്ച കടന്ന് കറങ്ങി വരുന്നു കേട്ടോ. എന്തോന്ന് ഗോത എന്ന് പറയാൻ പറഞ്ഞപ്പോ യോധ എന്നാന്ന് പറയുന്നത്. ഇങ്ങനെ സിനിമയൊന്നും കാണത്തില്ലെന്നേ. എന്നെ കെട്ടിയ കാലത്തും കണ്ട ഒരു സിനിമ കണ്ടതാ. ഏതായിരുന്നു? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് കെട്ടോട് കൂടി ആ കൊച്ചു കൊച്ചു സന്തോഷം അങ്ങ് പോയി. ബേസിലെ ഞങ്ങള് വന്ന എന്താന്ന് വെച്ചാലേ എനിക്ക് 2 ആമ്പിള്ളേരാ ഉള്ളത്. അതിൽ മൂത്ത കൊച്ചെന്ന് പറഞ്ഞാലേ മക്കളെങ്ങനെ സിനിമയെ വന്നത്? ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തു. അത് തന്നെ ഇവനാണെങ്കിൽ ഷോർട്ട് ഫിലിം അങ്ങ് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ബേസിലേട്ടന്റെ പാത പിന്തുടർന്ന് ഞാനങ്ങ് സിനിമയെ കയറുമെന്നാ പറയുന്നത്. ഇവൻ ഷോർട്ട് ഫിലിം എടുക്കും, അതിയാനിരുന്നു തുമ്മാനും തുടങ്ങും. ഞാൻ മുട്ട കൈ ഊന്നിയ ഒരു ദിവസം തുമ്മിട്ട് എന്റെ മൂക്ക് വരെ തെറിച്ചു പോയി. ഫെവിക്വിക്ക് വെച്ച് ഒത്തിച്ചു വെച്ചേക്കും. ചില ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യത്തില്ലേ, ഞാൻ കുത്തിയിരുന്ന തുമ്മും. ഇനി ഈ ചെറുക്കൻ ഷോർട്ട് ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ തുമ്മിച്ചൻ തുമ്മിച്ചാവും. അപ്പൊ അതുകൊണ്ട് ഇനി അവൻ ഷോർട്ട് ഫിലിം ഇറക്കരുത്. അതിനോട് മോൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? മോൻ അവനെ ഒന്ന് വിളിച്ചൊന്ന് ഉപദേശിക്കണം. നമുക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് പറയണം. ഇനി അഥവാ അവൻ അങ്ങ് വാശി പിടിക്കുവാണെങ്കിൽ കുഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയാണ് മക്കൾ ഈ സിനിമയിൽ വന്നെന്നുള്ള ട്രിക്ക് അവനൊന്ന് പറഞ്ഞു കൊടുക്കണം. ആ ട്രിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണം അവന്റെ കിർക്കൊന്ന് മാറാൻ. ശരി. പിന്നെ ഞങ്ങളുടെ മോനെ പ്രാന്ത് വന്ന എങ്ങനാന്നറിയോ? ഇങ്ങർക്കും ഉണ്ടാ പ്രാന്ത്. തോന്നിയത് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് വലിയ ഭ്രാന്തായിരുന്നു. ഭ്രാന്തെന്നാണോ നീ പറഞ്ഞ? സിനിമ ഭ്രാന്തെന്നാണോ? രണ്ടും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അന്നൊക്കെ ഈ ആൾക്കാർ സിനിമയ്ക്ക് അഭിനയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോടമ്പക്കത്ത് പോയിട്ട് പൈപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സിനിമാടനാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ ബസ് കാശും കൊടുത്ത് നേരെ കോടമ്പാക്കത്തിന് നിന്ന് എന്റെ കഷ്ടകാലത്തിന് അവിടെ ചെല്ലും. അവിടെ വെള്ളപ്പൊക്കമായിരുന്നു. പൈപ്പെല്ലാം മൂടി ഈ കനത്തിൽ വെള്ളം. അങ്ങനെ പൈപ്പ് വെള്ളം കുടിക്കും. ഇത്രയും പൈസ കൊടുത്ത് വന്നതാണല്ലോ എന്നോർത്ത് ഞാൻ ഒരു മുങ്ങാങ്കുഴി പൈപ്പ് തുറന്ന് വെള്ളം കുടിച്ചു. സിനിമയെ വിളിച്ചു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കോളറയായിരുന്നു. ഈ പൈപ്പ് വെള്ളത്തിലൂടെ ചെളി വെള്ളമൂടെ കയറി അകത്ത് അങ്ങനെ പറ്റി. ആ കോളറ സമയത്ത് ഇവിടെ കെട്ടിയത്. അത് നിങ്ങളെ കോളറ സമയത്ത് എന്നെ കെട്ടി? അവിടെ എല്ലാം ഒന്നിച്ച് വന്നപ്പോൾ ബേസിലെ മോനെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് വേണം, അവിടെ ഒരു ബാറ്റ് വേണം, 2-3 ബോൾ വേണം, കളിക്കാനുള്ള ആൾക്കാർ വേണം എന്നുള്ളതാണോ അതൊക്കെ? ക്രിക്കറ്റ് കളിക്കാറുണ്ട്. കളിക്കാറുണ്ട്. ഭ്രാന്താ. ക്രിക്കറ്റ് മോനും ഭ്രാന്തെന്നാ. മക്കളെ എന്നാ ഇവിടെ ഒരു ക്രിക്കറ്റ് കളിച്ച് കാണിക്കോ? അന്നമ്മ ചേച്ചിയുടെ ഒരു ആഗ്രഹമല്ലേ കളി? ഞങ്ങളുടെ ആഗ്രഹം. അയ്യോ സിനിമ നടന്നില്ലയോ? അഭിനയിച്ചാ മതി.
ഇത് ഗ്രൗണ്ട്. ആണല്ലേ ആ മോന്റെ കൈ ബാറ്റുണ്ട്. ആണല്ലേ ആ സജി മോനെ ഒന്ന് ബോളറിയോ? മക്കള് വേണമെങ്കിൽ കീപ്പർ ആക്കി. നല്ല കാര്യം. വേണേ ഞങ്ങള് മൂന്നുപേരെ സ്റ്റമ്പായിട്ട് നിക്കാം. വേണോ? ഞാൻ ഈ മൈക്കൊക്കെ പിടിച്ച് ഞാൻ ഈ സൈഡിലോട്ട് റെഡി All your mark set. അത് ക്രിക്കറ്റിലില്ല, അല്ലേ? അതില്ല. അവനെ ശ്രദ്ധിക്കണ്ടേ? കൊച്ചു ക്യാച്ച് എടുത്തായിരുന്നു. എന്റെ ഷോട്ടാ മിസ്സായി പോയത്. ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷമായി. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.